السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം ഏഴാമത്തെ ഒരു ഭാഗത്ത്, ഇപ്പൊ കഴിഞ്ഞ ഭാഗം ആറാമത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു. അതിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രവാചകന്റെ പിതാമഹൻ, പ്രവാചകന്റെ വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അബ്ദുൽ മുത്തലിബ് മക്കയിൽ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തിന് തൊട്ടു മുമ്പായിട്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങളും അതിലുള്ള പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 6 ഭാഗങ്ങളിൽ സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. കാരണം അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ചില കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പൊ നാലാമത്തെ ഭാഗത്ത് കാണിച്ച സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാ, നമ്മൾ അറബികളെ കാറ്റഗറൈസ് ചെയ്ത സന്ദർഭത്തിൽ അദ്നാനികളും ഖഹ്താനികളും, അതിൽ അദ്നാനി ഗോത്രം, അതായത് അദ്നാനികൾ എന്നുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഖഹ്താനി ഗോത്രം, ജുർഹും ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിക്കുന്നതിന് ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണശേഷം പിന്നീട് മക്കയുടെ അധികാരം ജുർഹും ഗോത്രക്കാർക്കായിരുന്നു. ജുർഹും ഗോത്രക്കാരുടെ തെറ്റായിട്ടുള്ള നടപടി കാരണം അവസാനം ജുർഹും ഗോത്രക്കാരെ ബനു ഖുസാഅ ഗോത്രം വന്ന് അവരെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അപ്പൊ ജുർഹും ഗോത്രക്കാർ അവിടെ നിന്നും പോകുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് ആ മക്കയിലുണ്ടായിരുന്ന ആ സംസം കിണർ അവർ മൂടിയിട്ടാണ് അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടത്. അതായിരുന്നു നാലാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വംശാവലി പറഞ്ഞ സന്ദർഭത്തിൽ അതിലുള്ള ചില വ്യക്തികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഖുസൈ ബിൻ കിലാബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാമഹൻ, അദ്ദേഹം ഈ ഖുസാഅ ഗോത്രക്കാരിൽ നിന്നും അധികാരം ഖുറൈശികളിലേക്ക് തിരിച്ചുപിടിക്കുന്നു. അതിനുശേഷം വന്ന ഹാഷിം, അദ്ദേഹം സാമ്പത്തികമായിട്ട് വലിയൊരു ഒരു അഭിവൃദ്ധി അദ്ദേഹത്തിലൂടെ മക്കൾക്ക് കൈവരിക്കുകയാണ്. അദ്ദേഹം റിഹ്ലത്ത് ശിതാഇ വസ്സൈഫ്, ആ 2 യാത്രകളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഹാഷിമിന് ശേഷം പിന്നീട് അബ്ദുൽ മുത്തലിബിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്ത് മക്കയിൽ വരുന്ന ഹുജ്ജാജ്, മക്കയിൽ വരുന്ന ഹാജിമാർക്കെല്ലാം അവർക്കെല്ലാം വെള്ളം നൽകിക്കൊണ്ടിരുന്ന സിഖായ, അതായത് അവർക്ക് പാനീയങ്ങൾ സൗജന്യമായിട്ട് നൽകുന്ന ചുമതല ബനു ഹാഷിം ഗോത്രക്കാർക്കായിരുന്നു. അപ്പൊ അക്കാലഘട്ടത്തുടനീളം അവര് ഇതേ രൂപത്തിൽ ഹാജിമാർക്ക് സൗജന്യമായിട്ട് വെള്ളം നൽകാൻ വേണ്ടി വിദൂര പ്രദേശത്ത് നിന്നും അവർ വെള്ളം ശേഖരിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. കാരണം മക്കയിൽ അവർക്ക് സംസം ഇല്ല. ആ രൂപത്തിലാണ് അവർ കാലങ്ങളായിട്ട് 100-400 വർഷമായിട്ട് ആ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഒരിക്കല് കഅബാലയത്തിന് സമീപം അദ്ദേഹം ഉറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വിചിത്രമായിട്ടൊരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം എന്ന് വെച്ചാൽ, ആ സ്വപ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില പണ്ഡിതന്മാർ ഈ സ്വപ്നം അത് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിനുണ്ടായ രൂപത്തിലുള്ള ഒരു ഇൽഹാം ആയിരുന്നു എന്നെല്ലാം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇൽഹാം എന്ന് വെച്ചാൽ വഹയല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ബോധനം, അതാണ് ഇൽഹാം. അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് നമുക്കറിയാം, കുട്ടിയെ നദിയിൽ കൊണ്ടുപോയിടാനുള്ള ഒരു തോന്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയതാണെന്നാണ് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസം അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഒരാൾ അദ്ദേഹത്തോട് വന്നിട്ട് നീ തൈബ കുഴിക്കുക, അതാണ് അദ്ദേഹത്തോടുള്ള കൽപ്പന. അപ്പൊ സ്വപ്നത്തിൽ അദ്ദേഹം ചോദിച്ചു എന്താണ് തൈബ. അത് ചോദിച്ചതോടുകൂടെ ആ പറഞ്ഞ വ്യക്തി അപ്രത്യക്ഷമാണ്, സ്വപ്നത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പൊ ത്വയ്ബ എന്ന് വെച്ചാൽ, ത്വയ്യിബ് എന്ന് വെച്ചാൽ നമുക്കറിയാം വിശിഷ്ടമായത്, അതേ പദത്തിൽ നിന്നാണ് ആ പദം വരുന്നത്. അദ്ദേഹത്തിനൊന്നും പിടികിട്ടിയില്ല, അദ്ദേഹം ആ സ്വപ്നം അവഗണിച്ചു. 2ാമത്തെ ദിവസവും അദ്ദേഹം അതേ രൂപത്തിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ 2ാമത്തെ ദിവസവും അദ്ദേഹത്തോട് സ്വപ്നത്തിൽ ഒരാൾ വന്ന് നീ ബർറ കുടിക്കുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് ബർറ. ആ ചോദിച്ചോടുകൂടെ ആ പറഞ്ഞ വ്യക്തി സ്വപ്നത്തിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ. ബർറ എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിർ എന്ന് വെച്ചാൽ പുണ്യം, നന്മ എന്നുള്ള അർത്ഥമാണ്. അതേ പദത്തിൽ നിന്നാണ് ബർറ എന്നുള്ള പദവും കടന്നു വരുന്നത്. 2ാമത്തെ ദിവസം അദ്ദേഹം സ്വപ്നം അവഗണിച്ചു. 3ാമത്തെ ദിവസം അദ്ദേഹത്തിനോട് നീ മദ്നൂന, 3ാമത്തെ ദിവസം അതേ രൂപത്തിൽ കുഴിക്കാനുള്ള കൽപ്പന, അതും സ്വപ്നം പൂർത്തിയാകുന്നില്ല. 4ാമത്തെ ദിവസവും അതേ രൂപത്തിൽ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തോട് നീ സംസം കുഴിക്കുക, അതാണ് അദ്ദേഹത്തോടുള്ള കൽപ്പന. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് സംസം.
അപ്പൊ സ്വപ്നത്തിലൂടെ അയാൾ പറഞ്ഞു കൊടുക്കാണ് സംസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കുടിക്കേണ്ട ലൊക്കേഷൻ കൃത്യമായിട്ട് സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ തുടർച്ചയായിട്ട് ഒരേ സ്വപ്നം 4 ദിവസം തുടർച്ചയായിട്ട് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം അത് കാര്യമായിട്ട് എടുക്കുകയാണ്. അദ്ദേഹം അവഗണിക്കുന്നില്ല. ആ സ്വപ്നത്തിൽ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അത് പോയി പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധമാണ്. അദ്ദേഹം ആയുധമെല്ലാം എടുത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. കൂടെ അദ്ദേഹത്തിന്റെ മൂത്ത സന്താനമായിരുന്ന ഹാരിസയെയും അദ്ദേഹം കൂടെ കൂട്ടുകയാണ്. പ്രത്യേകം ഒരു കാര്യം, കഴിഞ്ഞ ഭാഗത്ത് അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിന് 10ലധികം സന്താനങ്ങൾ ഉണ്ടായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഈ ഒരു സംഭവം അരങ്ങേറുന്ന ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏക സന്താനമായി ഹാരിസ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബുൽ ഹാരിസ് എന്നാണ്. ഹാരിസിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ടുണ്ടായ സന്താനം ഹാരിസയാണ്. ഹാരിസ മാത്രമാണ് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത്. പിൻകാലത്ത് നിരവധി സന്താനങ്ങളുണ്ട്. അബ്ദുള്ള അടക്കം, പ്രവാചകന്റെ പിതാവടക്കം നിരവധി സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ വരും. ഏതായിരുന്നാലും അബ്ദുൽ മുത്തലിബ് തന്റെ മൂത്ത സന്താനമായിരുന്ന ഹാരിസയെയും കൂട്ടി ഈ സ്വപ്നത്തിൽ കണ്ട ആ ഒരു സ്ഥലം അദ്ദേഹം കുഴിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം കുഴിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഇതര ഖുറൈശി ഗോത്രക്കാരെല്ലാം അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് സ്വപ്നത്തിൽ നിങ്ങൾ കണ്ടതിനനുസരിച്ച് പ്രവർത്തിക്കണം, അതേ രൂപത്തിൽ അവരെല്ലാം പരിഹസിച്ചു. പക്ഷേ അത്ഭുതം എന്താന്ന് വെച്ചാൽ അദ്ദേഹം താഴേക്ക് കുഴിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് നിരവധി സ്വർണവും നിധിയെല്ലാം ലഭിക്കാൻ തുടങ്ങി. കാരണം ഓർക്കുന്നുണ്ടാകും, ജുർഹും ഗോത്രക്കാർ അവസാനമായിട്ട് അവരുടെ സമ്പത്തെല്ലാം ഇട്ട് മൂടിയിട്ടാണ് അവർ പോയത്. അവരുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയെല്ലാം ആ കിണറ്റിലേക്ക് അവർ അവസാനമായിട്ട് ഇട്ടിരുന്നു. അവരിട്ട ആ സ്വർണവും വെള്ളിയെല്ലാം അദ്ദേഹത്തിന് ഇങ്ങനെ ലഭിക്കാൻ തുടങ്ങി. ഒരൽപ്പം കൂടെ അദ്ദേഹം കുടിച്ച സന്ദർഭത്തിൽ, ഒരൽപ്പം അടിയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ വെള്ളത്തിന്റെ ശക്തമായിട്ടുള്ള ഉറവ അബ്ദുൽ മുത്തലിബ് കാണുകയാണ്. അദ്ദേഹം കണ്ട ഉടനെ തന്നെ ഉറക്കെ അല്ലാഹു അക്ബർ അദ്ദേഹം ഉറക്കെ തക്ബീർ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആ തക്ബീറും വെള്ളമെല്ലാം കണ്ട സന്ദർഭത്തിൽ ബാക്കിയുള്ള ഖുറൈശി ഗോത്രങ്ങളെല്ലാം അവിടേക്ക് വന്നു. അവർ അവകാശവാദം ഉന്നയിക്കാൻ അവർ പറഞ്ഞു, ഇന്നഹാ ബിഹ്റു അബീന ഇസ്മായിൽ, നമ്മുടെ പിതാവായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കിണറാണിത്. അന്നൽ ഹക്ക്, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ അവകാശമുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം അവകാശമൊന്നല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. ആ സന്ദർഭത്തിൽ അവര് അതിന്റെ മീത് അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, അതായത് കാര്യം അത്രയും നേരം അദ്ദേഹം കുടിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവര് പരിഹസിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ലഭിച്ച സന്ദർഭത്തിൽ അവര് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഒരു അവകാശമില്ല. കാരണം എനിക്ക് മാത്രമായിട്ട് സ്വപ്നത്തിലൂടെ ഇത് നൽകപ്പെട്ട അറിവാണ്. എനിക്ക് സ്വപ്നത്തിലൂടെ ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് കുഴിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇതിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും എനിക്ക് മാത്രമുള്ളതാണ്. പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല. അവർക്കിടയിൽ തർക്കം മൂർച്ഛിക്കാൻ. അപ്പൊ ദേഷ്യം വന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചുകൊണ്ടൊരു നെതർ അദ്ദേഹം ഒരു ശപഥം ചെയ്യുന്നുണ്ട്. ആ ശപഥം പ്രത്യേകം നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ആൺമക്കളെ നൽകിയാൽ അതിൽ ഒരാളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ബലി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കെങ്ങാനും 10 ആൺകുട്ടികളെ നൽകിയാൽ അതിൽ ഒരാളെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ബലി നൽകും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അപ്പൊ ജാഹിലിയ കാലത്തുള്ള ശപഥാണ്. അദ്ദേഹം ഈ സമയത്ത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ കൂടെ ഈ ഹാരിസ മാത്രം, ഒരൊറ്റ സന്താനം മാത്രമാണ് ആ സന്ദർഭത്തിലുള്ളത്. അപ്പൊ എനിക്ക് കൂടുതൽ സന്താനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ എന്നോട് തർക്കിക്കാനൊന്നും വരില്ലായിരുന്നു, നിങ്ങൾ ഇതേ രൂപത്തിൽ എന്നോട് തർക്കിക്കാനൊന്നും വരില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമായിട്ടാണ് ഇതേ രൂപത്തിലെല്ലാം നിങ്ങൾ ഞങ്ങളുടെ മേലേക്ക് എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് 10 സന്താനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി അവിടെ വെച്ചുകൊണ്ടൊരു ശപഥം ചെയ്യാൻ. ഏതായിരുന്നാലും പിൻകാലത്ത് അദ്ദേഹത്തിന് 10ലധികം സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അവർക്കിടയിൽ ആ തർക്കം മൂത്ത സന്ദർഭത്തിൽ അവസാനം അവർ ഒത്തുതീർപ്പിലെത്തുകയാണ്. എന്താണ് ഒത്തുതീർപ്പായതെന്ന് വെച്ചാല്, ഒരുപാട് അങ്ങ് ദൂരെയുള്ള സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരു ജ്യോത്സ്യൻ, ഒരു കാഹിനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് വല്ല ഒരു ഒത്തുതീർപ്പ് നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പരിഹാരം നമുക്ക് ഒത്തുതീർപ്പായിട്ട് സ്വീകരിക്കാം. ആ രൂപത്തിലൊരു പരിഹാരം അവസാനം അവർക്കിടയിൽ വരികയാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അവര് ഈ വിദൂര പ്രദേശത്തുള്ള ആ ജ്യോത്സ്യനിലേക്ക്, ആ കാഹിനിലേക്ക് അവർ യാത്രയാവുകയാണ്. ചില റിപ്പോർട്ടിൽ, അതായത് മക്കയിലുണ്ടായിരുന്ന പ്രമുഖ ഖുറൈശി ഗോത്രങ്ങളിലെ 20ഓളം ആളുകളാണ് ആ ജ്യോത്സ്യനെയും തേടിയിട്ട് അവർ യാത്രയാകുന്നത്. ഒരുപാട് ദൂരം അവർ താണ്ടേണ്ടതുണ്ട്. അവര് ആ യാത്ര നടത്തുന്ന വഴി മധ്യ അവർക്ക് ദൗർഭാഗ്യവശാൽ വഴി തെറ്റുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ എന്നോണം അവർക്ക് ആ യാത്രയിൽ വഴിതെറ്റി ദിവസങ്ങളോളം അവര് മരുഭൂമിയിൽ അകപ്പെടാൻ, വഴി അറിയാതെ അവര് ആ മരുഭൂമിയിൽ അകപ്പെട്ടു.
അപ്പൊ ഒരല്പം ഭക്ഷണമാണ് അവർ കരുതിയ, യാത്രക്ക് മാത്രമായിട്ട് കരുതിയ ഭക്ഷണം അവരുടെ അടുത്തുള്ളത്. അപ്പൊ ദിവസങ്ങൾ പിന്നിട്ട് അവരുടെ കയ്യിലുള്ള ഭക്ഷണം എല്ലാം തീർന്ന് അവര് ഏകദേശം മരിക്കുമെന്നായ സന്ദർഭത്തിൽ ഓരോ ആളുകളും സ്വയം ഖബർ കുഴിക്കാൻ വേണ്ടി അവർ സന്നദ്ധാവാണ്. അതായത് അക്കാലഘട്ടത്തുണ്ടായിരുന്ന ആളുകളുടെ ഒരു സമ്പ്രദായമാണ്. മരിക്കുമെന്നാകുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ യാത്രയിലെല്ലാം വിജനമായിട്ടുള്ള ഏതെങ്കിലും പ്രദേശത്ത് അകപ്പെട്ടാൽ അവര് ഇനിയൊരു രക്ഷയില്ല, മരണം മുന്നിൽ കണ്ടാൽ അവര് സ്വയം കുഴി കുഴിച്ചിട്ട് ആ ഖബറിൽ അവർ ഇറങ്ങിക്കിടക്കും. കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള ഏതെങ്കിലും ജന്തുക്കള് വന്നിട്ട് തങ്ങളുടെ ആ ശവശരീരം അത് വികൃതമാക്കുന്നെല്ലാം അവർ ഭയന്നത് കാരണം ജാഹിലിയ കാലഘട്ടത്ത് അക്കാലത്ത് ഈ ഒരു സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അവര് ഖബർ കുഴിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിക്കിടക്കും എന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ ഓരോ ആളുകളും അവരുടെ കുഴി കുഴിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും കുഴിച്ച കുഴിയിൽ ആദ്യം മരണപ്പെടുന്ന ആളുകൾ തൊട്ടടുത്തുള്ള ആള് അദ്ദേഹത്തെ ആ കുഴിയിൽ കുഴിച്ചു മൂടും. അതിനു വേണ്ടിയിട്ടാണ് അവർ കുഴി കുഴിച്ചത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഓരോ ആളുകൾ അവർക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ സമീപം ഒരു വെള്ളത്തിന്റെ ഉറവ കാണുകയാണ്. വിചിത്രമായിട്ട് അദ്ദേഹം കുടിച്ച സന്ദർഭത്തിൽ വീണ്ടും അവിടെ ഒരു വെള്ളത്തിന്റെ ഉറവ് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം ഉറക്കെ തക്ബീർ വിളിച്ച് എല്ലാ ആളുകളും അവിടെ പോയിട്ട് ആ വെള്ളം അത് ശേഖരിച്ച് അവർക്ക് വേണ്ടത്ര വെള്ളം കുടിച്ച് ആ യാത്രക്ക് വേണ്ട വെള്ളമെല്ലാം അവർ ശേഖരിച്ചു. അതവർ കണ്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഉറവ കാണിച്ചു തന്ന അതേ നാഥനാണ് നേരത്തെ നിങ്ങൾക്ക് സംസം കാണിച്ചു തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ജ്യോത്സ്യന്റെ അടുത്തൊന്നും പോകണ്ട, നിങ്ങൾ തന്നെ അതിന്റെ അവകാശം എടുത്തോളൂ. കാരണം അതോടുകൂടെ അവർക്ക് ബോധ്യപ്പെട്ടു, അതായത് അബ്ദുൽ മുത്തലിബിന് തന്നെയാണ് അതിന്റെ അവകാശമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവര് ആ സംസമിന്റെ അവകാശം അബ്ദുൽ മുത്തലിബിന് മാത്രമായിട്ട് അവർ അനുവദിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾ കുഴിച്ച അന്നേരത്തിൽ വീണ്ടും അതേ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈനായിട്ട്, അതൊരു തെളിവായിട്ട് അവര് മനസ്സിലാക്കുകയാണ്. അപ്പൊ ജോസ്യന്റെ അടുത്തൊന്നും പോവാതെ പ്രശ്നം ഒത്തുതീർപ്പായി അബ്ദുൽ മുത്തലിബിന് അവകാശം അവർ വിട്ടുകൊടുത്തതിന് ശേഷം അവർ വെള്ളമെല്ലാം കുടിച്ച് യാത്രക്ക് വേണ്ട വെള്ളമെല്ലാം ശേഖരിച്ച് ആ വഴി കണ്ടുപിടിച്ച് അവസാനം അവർ മക്കയിൽ തിരിച്ചെത്തുകയാണ്. മക്കയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ആ സംസം കിണർ വൃത്തിയാക്കി അതിന് ചുറ്റൊരു മതിലെല്ലാം കെട്ടി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അത് കുഴിച്ച സന്ദർഭത്തിൽ നിരവധി സ്വർണ്ണമെല്ലാം ലഭിച്ചിരുന്നു. ആ സ്വർണ്ണമൊന്നും അദ്ദേഹം സ്വയം എടുക്കാതെ ആ സ്വർണ്ണമെല്ലാം ഒരുക്കി അദ്ദേഹം അതുകൊണ്ടൊരു മനോഹരമായിട്ടൊരു വാതിലുണ്ടാക്കി. ആ വാതിൽ എന്നിട്ട് അദ്ദേഹം കഅബാലയത്തിന് വേണ്ടി അദ്ദേഹം അത് സ്ഥാപിച്ചു. കഅബാലയത്തിന്റെ ആ ഫ്രണ്ട് ഡോറായിട്ട് അദ്ദേഹം ആ വാതിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംസം സമൃദ്ധമായിട്ട് സംസം ലഭിക്കാൻ തുടങ്ങി. സംസമിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. സംസം ലിമാ ശുരിബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. സംസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്, അതിനുള്ള സംസമിന്റെ ശ്രേഷ്ഠത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതേ രൂപത്തിൽ ഒരു മതിലെല്ലാം കെട്ടിയതിനു ശേഷം അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പറഞ്ഞു, ദലാഇൽ ഇമാം ബൈഹഖ് ഉദ്ധരിക്കപ്പെടുന്നതായിട്ടുള്ള ഉദ്ധരണി, അവിടെ ഒരു മതില് കെട്ടിയതിനു ശേഷം അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പറഞ്ഞു, അന്നഹു ഖാല അല്ലാഹുമ്മ ഇന്നി ലാ ഉഹില്ലുഹാ ലിമുഅ്തസിലിൻ വഹിയ ലിശാരിബിൻ ഹില്ലിൻ വബില്ലിൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതായത് ഈ സംസം എന്നുള്ളത് അത് കുടിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഒരാൾക്ക് അതിൽ നിന്ന് കുളിക്കാനോ അതല്ലെങ്കിൽ കഴുകാനോ ഒന്നും, അല്ലെങ്കിൽ ഒട്ടകത്തെ കഴുകാനോ അതൊന്നും അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. മറിച്ച് അതിന്റെ ആ പവിത്രത കണക്കിലെടുത്തിട്ട് അദ്ദേഹം അത് കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അവിടെയുള്ള ആളുകളോട് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പേ ആ ഒരു പവിത്രത അവര് സംസമിന് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സംഭവം. അതായത് സംസം കിണറിന്റെ റീഡിസ്കവറി ഓഫ് സംസം കിണറിൻ രണ്ടാമതും അവരെ കണ്ടെത്തുകയാണ്. അതാണ് അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലുണ്ടായ ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം നേരത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം എന്താന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഒരു ശപഥത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് 10 സന്താനങ്ങൾ ഉണ്ടായാൽ അതിൽ ഒന്നിന് ഞാൻ ബലി നൽകുമെന്ന് അദ്ദേഹം ആ ഒരു സന്ദർഭത്തിൽ ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ ശപഥം ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിന് പിൻകാലത്ത് 10ലധികം സന്താനങ്ങൾ ഉണ്ടായി. അപ്പൊ സന്താനങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്താനങ്ങൾ ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം പറഞ്ഞിരുന്നു. ഹാരിസ, തുബൈർ, അബൂ ത്വാലിബ്, ഹംസ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുള്ള പ്രവാചകന്റെ പിതാവ്, പിന്നെ നിരവധി പെൺകുട്ടികൾ, ആറ്റിക്ക, ബർറ, അതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ 10ലധികം സന്താനങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിന് ബലി നൽകേണ്ടതുണ്ട്. കാരണം ആ രൂപത്തിലൊരു ശപഥം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ഒരാളെ ബലി നൽകാൻ വേണ്ടി തന്റെ മക്കളുടെ പേര് എഴുതി നറുക്കിടാൻ. നറുക്കിട്ട സന്ദർഭത്തിൽ ആ നറുക്ക് വീണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിട്ടുള്ള അബ്ദുള്ളക്കാണ് നറുക്ക് വീണത്. പ്രത്യേകമായിട്ട് ഒരു പോയിന്റ് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത്
വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അക്കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് അവർ അങ്ങേയറ്റം വില കൽപ്പിച്ചിരുന്നു. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണിത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നാം വരുന്നുണ്ട്. അറബികളുടെ ചില ഗുണങ്ങൾ, അവരുടെ ചില പോസിറ്റീവുകൾ ഞാൻ പിന്നീട് പറയാം. ആ സന്ദർഭത്തിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹം ഈ നറുക്ക് വീണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിട്ടുള്ള അബ്ദുള്ളക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്ദുള്ളയെ ഇതേ രൂപത്തിൽ ബലി നൽകാൻ വേണ്ടി അദ്ദേഹം അബ്ദുള്ളയുമായിട്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ എത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അല്ലാത്തതുമായിട്ടുള്ള അവിടെയുള്ള ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം ഒരു പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഈ കുട്ടിയെ നിങ്ങൾ അറക്കാൻ പോകണം. അതേ രൂപത്തിൽ ശക്തമായിട്ട് അവർ കോപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ശപഥം ചെയ്താണ്, അത് ആ ശപഥം എനിക്ക് വീട്ടിയേ തീരൂ. അപ്പൊ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ തടഞ്ഞു. അവസാനം അവര് പറഞ്ഞു, നിങ്ങൾ ഇതേ രൂപത്തിലൊരു അവിവേകം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ പോയി കണ്ടൊന്ന് അഭിപ്രായം ചോദിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പരിഹാരം, മറ്റു വല്ല പരിഹാരം ഉണ്ടോ ഈ ശപഥം നിറവേറ്റാനെന്ന് നിങ്ങൾ അന്വേഷിക്കുക. അവസാനം അവരുടെ ഉപദേശം കേട്ട് അദ്ദേഹം പരിഹാരം തേടി ഒരു ജ്യോത്സ്യയുടെ അടുത്തേക്ക് പോവാണ്, ഒരു കാഹിന്റെ അടുത്തേക്ക് പോവാണ്. ജാഹിലിയ കാലാണ്. അങ്ങനെ അദ്ദേഹം ഒരു ജ്യോത്സ്യന്റെ അടുത്തെത്തി. ആ ജ്യോത്സ്യം അദ്ദേഹത്തിന് പരിഹാരമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ആ നറുക്ക് വീണ അബ്ദുള്ള, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അതായത് നിങ്ങൾ ആ നറുക്ക് വീണ അബ്ദുള്ളയുടെയും അതേപോലെ തന്നെ 10 ഒട്ടകങ്ങളുടെയും പേരിൽ നിങ്ങൾ നറുക്കിടുക. അബ്ദുള്ളക്ക് നറുക്ക് വീണ്ടും വീഴുകയാണെങ്കിൽ വീണ്ടും നിങ്ങളൊരു 10 ഒട്ടകത്തെ വർദ്ധിപ്പിക്കുക, എന്നിട്ട് വീണ്ടും നറുക്കിടുക. അതേ രൂപത്തിൽ നിങ്ങൾ ആ നറുക്ക് അബ്ദുള്ളക്ക് വീഴുന്നത് വരെ നിങ്ങൾ നറുക്കിട്ടുകൊണ്ടിരിക്കുക. അതായത് 10 ഒട്ടകം ഒരു ഭാഗത്ത്, അബ്ദുള്ള ഒരു ഭാഗത്ത്, 10 ഒട്ടകത്തിനും അബ്ദുള്ളക്കും വേണ്ടി നറുക്കിടുക. ആ നറുക്കെങ്ങാനും അബ്ദുള്ളക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും 10 ഒട്ടകങ്ങളെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് 20 ഒട്ടകം അബ്ദുള്ള, വീണ്ടും നറുക്കിടുക. വീണ്ടും അബ്ദുള്ളക്ക് നറുക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും 10 അതിലേക്ക് ആഡ് ചെയ്യുക, 30 ഒട്ടകം അബ്ദുള്ള. ഇതേ രൂപത്തിൽ നറുക്കിടാൻ വേണ്ടി ആ ജ്യോത്സ്യൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയാണ്. അത്ഭുതം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു തവണ ഇട്ടു, ആ സന്ദർഭത്തിൽ അബ്ദുള്ളയുടെ പേരിൽ വീണു. രണ്ടാമത്തെ തവണ അബ്ദുള്ളയുടെ പേരിൽ, മൂന്നാമത്തെ തവണ അബ്ദുള്ളയുടെ പേരിൽ, 10 തവണ തുടർച്ചയായിട്ട് അബ്ദുള്ളയുടെ പേര് തന്നെ നറുക്ക് വീണു. ആ 10 തവണ എന്ന് പറയുമ്പോ ഓരോ തവണയും 10 ഒട്ടകത്തെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. 10 തവണയായ സന്ദർഭത്തിൽ 100 ഒട്ടകമായി. 100 ഒട്ടകവും അബ്ദുള്ളയും. ആ അവസാനത്തെ 10ാമത്തെ തവണ, 11ാമത്തെ തവണ അദ്ദേഹം നറുക്കിട്ട സന്ദർഭത്തിൽ ആ നറുക്ക് ഒട്ടകത്തിന് വീഴാണ്. അതോടുകൂടെ അബ്ദുള്ള ആ ബലി, അദ്ദേഹത്തിന് ആ ഒരു ശപഥത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് അദ്ദേഹം അബ്ദുള്ളക്ക് പകരം ആ 100 ഒട്ടകത്തെ ബലി അറുത്ത് അദ്ദേഹം അവിടെ വിതരണം ചെയ്തു എന്നുള്ളതാണ്. ഈ 100 ഒട്ടകം പ്രത്യേകമായിട്ടൊരു പോയിന്റ്, ഇതേ 100 ഒട്ടകാണ് ഇസ്ലാമിലെ വിധിയായിട്ട്. അതായത് ഒരാൾ അന്യായമായിട്ട് അബദ്ധത്തിൽ മറ്റൊരാളെ വധിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായിട്ട് ഇസ്ലാമിക വിധി നമുക്കറിയാം. ഇസ്ലാമിക ശരീഅത്തിൽ 100 ഒട്ടകാണ്. ഇത് ഇന്നും ഇക്കാലത്തും അതേ രൂപത്തിൽ അബദ്ധത്തിൽ അന്യായമായിട്ടൊരാളെ വധിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായിട്ട് അയാൾ നൽകേണ്ടത് 100 ഒട്ടകം. അത് ഇന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മൾ അതിന്റെ മൂല്യം കണക്കാക്കി സമാനമായിട്ടൊരു തുകയാണ് നൽകുക. ഏതായിരുന്നാലും അബ്ദുള്ളയെ ബലിയെറുക്കാതെ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഇബ്നു ദബീഹതൈൻ, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്? ഇരട്ട ബലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ മക്ക പ്രദേശത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് വരുന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആ ഒരു കൽപ്പന നമുക്കറിയാം. ഞാൻ 4ാമത്തെ ഭാഗത്ത് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയെറുക്കാനുള്ള കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് പ്രവാചകന്റെ പിതാവായ അബ്ദുള്ളയെ ബലി നൽകാൻ വേണ്ടി പോകുന്നു. അവിടെയും ആ ബലിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്, അന ഇബ്നു ദബീഹതൈൻ. എത്ര മനോഹരാണ്, എത്ര സിംബോളിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി നൽകപ്പെട്ട ആ സംസം ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചു ലഭിച്ചു. അതേപോലെ തന്നെ നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള കൽപ്പന, അതും ഈ ഒരു സന്ദർഭത്തിൽ സമാനമായിട്ട് ഇവിടെ സംഭവിക്കുകയാണ്. അപ്പൊ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ്. ചിന്തിച്ചു നോക്കുക. ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾ ചേർത്ത് വെച്ച് നോക്കുക. ഖുറൈശികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഖുറൈശികൾക്ക് അധികാരം ലഭിച്ചു. അതിനുശേഷം അവർക്ക് സാമ്പത്തികമായിട്ടൊരു വലിയ ഭദ്രത കൈവന്നു. അതിനുശേഷം ഹാഷിം, നമുക്കറിയാം, മദീനയിൽ നിന്ന് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു, മദീനയുമായിട്ടൊരു ബന്ധം വന്നു.
അതിനുശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി നൽകപ്പെട്ട കാലങ്ങളോളമായിട്ട് അപ്രത്യക്ഷമായിരുന്ന ആ സംസം അവർ വീണ്ടും കണ്ടെത്തി. അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സമാനമായിട്ട് ആ ബലിയുടെ സംഭവം, അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രവാചകന്റെ ആഗമനത്തിലേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ബലിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അബ്ദുള്ള അവിടെ വളരുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള അവിടെ ജനിച്ചു വളരുകയാണ്. അങ്ങനെ പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള അദ്ദേഹം യുവാവായ സന്ദർഭത്തിൽ അദ്ദേഹം അതിസുന്ദരനായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ഏതൊരു സ്ത്രീയും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചു എന്നുള്ള അത്രയേറെ സൗന്ദര്യത്തിനുടമയായിരുന്നു പ്രവാചകന്റെ പിതാവായിരുന്ന അബ്ദുള്ള. അപ്പൊ അബ്ദുൽ മുത്തലിബ് തന്റെ മകനായ അബ്ദുള്ളക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏറ്റവും നല്ല തറവാട്, ഖുറൈശി പ്രമാണിയുടെ മകനാണ്. അത് മാത്രമല്ല അതിസുന്ദരനാണ്. ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? ഓരോ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി മത്സരിച്ചു എന്നുള്ള. അവസാനം തന്റെ മകന് ഒത്ത ഒരു വധുവിനെ അബ്ദുൽ മുത്തലിബ് കണ്ടെത്തുകയാണ്. ആമിന ബിൻതി വഹബ്, അതായത് അവിടെ ഉണ്ടായിരുന്ന ബനൂ സഹ്റ ഗോത്രത്തലവനായിരുന്ന വഹബിന്റെ മകളായിരുന്ന ആമിനയാണ് അബ്ദുള്ളക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് കണ്ടെത്തുന്നത്. ആമിന അതിസുന്ദരിയായിരുന്നു. സഹ്റത്തു മക്ക എന്നുള്ള അപരനാമത്തിലായിരുന്നു അവരെ അറിയപ്പെട്ടത്. അത്രയേറെ എല്ലാ അർത്ഥത്തിലും പരസ്പരം ഇണങ്ങുന്ന അതിസുന്ദരീ സുന്ദരന്മാരായിട്ടുള്ള യുവതി യുവാക്കൾ അവിടെ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയാണ്. വിവാഹത്തിനു വേണ്ടി എല്ലാവരും ഒത്തുചേർന്നു. വളരെ ആഘോഷത്തോടുകൂടെ ആ വിവാഹം അവിടെ നടന്നു എന്നുള്ളതാണ്. ആ വിവാഹത്തിന് ശേഷം പരസ്പരം മധുവിധെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ട സന്ദർഭത്തിൽ അബ്ദുള്ള, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ദുള്ള ഒരു കച്ചവട യാത്രക്ക് വേണ്ടി സിറിയയിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഉപജീവന മാർഗം എന്നുള്ളത് കച്ചവടമാണ്. കച്ചവടം വർഷത്തിൽ 1-2 യാത്രകൾ, അത് കൃത്യമായിട്ട് ആ സമയത്ത് അവർ പോകേണ്ടതുണ്ട്. അതിലൂടെ ആ വർഷത്തിലുടനീളം ജീവിക്കാനുള്ള ഉപജീവന മാർഗം അവർ കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പൊ മനസ്സോടുകൂടെ ആകെ ഒരാഴ്ച മാത്രമാണ് പരസ്പരം ഒന്നിച്ച് താമസിച്ചത്. അപ്പൊ മനസ്സോടുകൂടെ ആ പ്രിയതമയോട് യാത്ര പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കാരവന്റെ കൂടെ സിറിയയിലേക്ക് യാത്രയാവുകയാണ്. അക്കാലത്ത് യാത്ര എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ആ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു രോഗം വന്ന, ഇൻഫെക്ഷൻ വന്നാൽ പല സന്ദർഭത്തിലും മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ഇതേ രൂപത്തിൽ യാത്രയായി. അപ്പൊ അവര് കച്ചവടമൊക്കെ നടത്തി സിറിയയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിൽ അബ്ദുള്ള രോഗബാധിതനായി. ചെറിയ രോഗമാണ്, പിന്നീട് അത് രോഗം മൂർച്ഛിച്ച് അവര് പല ചികിത്സയും നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ ആ രോഗം ക്രമേണ മൂർച്ഛിച്ച് അവസാനം ആ സംഘം, അതായത് തിരിച്ചു വരുന്ന യാത്രാ സംഘം യഥ്രിബിലെത്തിയപ്പോ, യഥ്രിബ് എന്നുള്ളത് മദീനയുടെ പഴയ പേരാണ്. യഥ്രിബിലെത്തിയ സന്ദർഭത്തിൽ അബ്ദുള്ള പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിക്കോളൂ, ഞാനിവിടെ യഥ്രിബില് ഞാൻ തങ്ങിക്കോളാം. എനിക്ക് യഥ്രിബില് ചില ബന്ധുക്കളുണ്ട്. നമുക്കറിയാം യഥ്രിബിൽ അദ്ദേഹത്തിന്റെ ബന്ധം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വല്യപ്പ ഹാഷിം അവിടെ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഇപ്പൊ അബ്ദുള്ള, അതായത് പ്രവാചകന്റെ പിതാവ്, അവിടെ ഹാഷിമിന്റെ ആ ബന്ധുക്കളുടെ വീട്ടിൽ അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. ഇപ്പൊ കാരവൻ, അതായത് യാത്രാ സംഘം തിരിച്ച് മക്കയിലെത്തിയ സന്ദർഭത്തിൽ പ്രതീക്ഷയോടുകൂടെ ആമിന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, അതായത് ആമിന പ്രതീക്ഷയോടുകൂടെ ഭർത്താവിനെ കാത്തിരിക്കാൻ. പക്ഷേ കാരവന്റെ അടുത്ത് അവർ പോയ സന്ദർഭത്തിൽ അവരങ്ങേയറ്റ നിരാശയാണ്. കാരണം ആ യാത്രാ സംഘത്തോടൊപ്പം തന്റെ പ്രിയതമനായിട്ടുള്ള അബ്ദുള്ള തിരിച്ചെത്തിയിട്ടില്ല. അവര് കാര്യം അന്വേഷിച്ചു. ആ യാത്രാ സംഘം വിവരം പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്, അതായത് ആ കുടുംബത്തിന് വല്ലാത്ത വശമായി. അപ്പൊ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അബ്ദുൽ മുത്തലിബ് തന്റെ മൂത്ത മകനായിരുന്ന ഹാരിസ, നേരത്തെ പറഞ്ഞു ഹാരിസ, ആ ഹാരിസയെ അദ്ദേഹം ഉടനെ തന്നെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അതായത് എന്തെങ്കിലും വേണ്ട സഹായം എല്ലാം നൽകി ഉടനെ ശുശ്രൂഷിച്ച് ഉടനെ തന്നെ അബ്ദുള്ളയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മകൻ ഹാരിസയെ അബ്ദുൽ മുത്തലിബ് മദീനയിലേക്ക് യഥ്രിബിലേക്ക് പറഞ്ഞേക്കാൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഹാരിസ അദ്ദേഹം മദീനയിൽ എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് അബ്ദുള്ളയുടെ മരണവാർത്തയാണ്. അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. അത്യധികം ദുഃഖത്തോടുകൂടെ ഹാരിസ മദീനയിൽ നിന്നും മക്കയിലേക്ക് വരികയാണ്. എങ്ങനെ പറയുമെന്ന് അറിയില്ല. പക്ഷേ മക്കയിലെത്തി വിവരറിഞ്ഞ സന്ദർഭത്തിൽ അന്നത്തെ ദിവസം മക്ക മുഴുവന് തേങ്ങിയെന്നുള്ളത്. കാരണം സുന്ദരന്മാരായിട്ടുള്ള ആ യുവാക്കൾ അവര് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ. കേവലം ഒരാഴ്ച മാത്രമാണ് അവർ കൂടെ താമസിച്ചത്.
25 അബ്ദുള്ള മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം വെറും 25 വയസ്സ് മാത്രമാണ്. ചിന്തിച്ചു നോക്കുക, അത്രയും ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ ആ ദുഃഖം താങ്ങാൻ കഴിയാതെ ആമിന അവര് വളരെയധികം അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ അബ്ദുൽ മുത്തലിബ് പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് തന്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ആമിന രചിക്കുന്ന അനുശോചന കാവ്യങ്ങളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിമനോഹരായിട്ടുള്ള ചില കവിതകൾ ആമിന അബ്ദുള്ളയെ കുറിച്ച് എഴുതുന്നതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതായത് ഭർത്താവിന്റെ ഇത്രയും പെട്ടെന്നുള്ള വേർപാട് ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരുന്ന ഏക സമാധാനം അവരുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അബ്ദുള്ളയുടെ പുത്രനാണ്. അബ്ദുള്ളയുടെ പുത്രൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ ആമിന ഗർഭിണിയായിരുന്നു. അതിലൂടെ ആമിന ഒരു അല്പം ആശ്വാസം കണ്ടെത്തി. ആ വയറ്റിൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് വരും. ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ്, അതായത് ആമിന ഗർഭിണിയായിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആ ഗർഭകാലത്ത് പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ അധികാര ആ ഒരു കാലഘട്ടത്തിൽ നടന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് പ്രവേശിക്കുകയാണ്. രണ്ടാമതായിട്ട് അവിടെ നടക്കുന്ന പ്രസിദ്ധ സംഭവമാണ് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആനക്കലഹ സംഭവം. ആനക്കലഹ സംഭവം എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്ന് ഓടിച്ചു പോവാണ് ഈ ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക്. അക്കാലഘട്ടത്ത് നമുക്കറിയാം എത്യോപ്യ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ നജ്ജാശികൾ എന്നാണ് അറിയപ്പെട്ടത്. നജ്ജാശി എന്നുള്ളത് ഒരാളുടെ പേരല്ല, മറിച്ച് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൊത്ത രാജാക്കന്മാരുടെ ടൈറ്റിലാണ് നജാഷി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ കത്ത് എന്നൊരു നജാഷി ഉണ്ട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ നജാഷിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ഒരു നജാഷി അക്കാലഘട്ടത്തിൽ എത്യോപ്യ അല്ലെങ്കിൽ അബിസീനിയ ഭരിച്ചിരുന്നു. അപ്പൊ അബിസീനിയ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക, അത് ക്രൈസ്തവ പ്രദേശമായിരുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു അബിസീനിയ. അതേ സന്ദർഭത്തിൽ സമീപത്തുള്ള യമൻ എന്നുള്ളത് ജൂത ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു യമൻ. അറബ് ദേശത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് യമനിലാണ്. അപ്പൊ നമുക്കറിയാം പിൻകാലത്ത് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു അന്യായ രാഷ്ട്രം അവർ സ്ഥാപിച്ച സന്ദർഭത്തിൽ യമനിൽ നിന്ന് കൂട്ടപ്പാലായനം ഇസ്രായേലിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അവിടെ ജൂതന്മാരെ കാണാൻ സാധ്യമല്ല. ഉള്ള ജൂതന്മാർ മുഴുവൻ ഇസ്രായേലിലേക്ക് അവർ ആ കൂട്ടപ്പാലായനം ചെയ്തതായിട്ടാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും യമനിൽ ജൂത ഭൂരിപക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം വരുന്ന ക്രൈസ്തവരെ ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ പീഡിപ്പിച്ചു. അപ്പൊ ജൂതന്മാരുടെ ആ പീഡനം വല്ലാതെ അതിര് കടന്ന സന്ദർഭത്തിൽ അബിസീനിയൻ രാജാവായിരുന്ന നജാശി അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ അദ്ദേഹം യമനിലേക്ക് അയച്ചു. യമനിൽ ആ സൈന്യം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജൂത ആധിപത്യം അവസാനിപ്പിച്ചു എന്നുള്ള. അവിടെ ഉണ്ടായിരുന്ന ജൂത ആധിപത്യം അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് ആ നജാഷിയുടെ കീഴിൽ യമന് ഭരിച്ച ഒരു ഗവർണറായിരുന്നു അബ്രഹാ ബിൻ സ്വബാഹ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. അതായത് നജാഷിയുടെ കീഴിലുണ്ടായിരുന്ന ആ യമന്റെ ഭാഗം, അവിടേക്ക് യമനിൽ ഒരു ഭരണാധികാരിയായിട്ട് ഒരു ഗവർണറായിട്ട് നജാഷി നിയമിച്ച വ്യക്തിയാണ് അബ്രഹാ ബിൻ സ്വബാഹ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു, അറേബ്യ എന്നുള്ളത് അക്കാലഘട്ടത്ത് അവരുടെ വാണിജ്യ തലസ്ഥാനം, ആത്മീയ തലസ്ഥാനം എല്ലാം അറേബ്യയായിരുന്നു. ആളുകളെല്ലാം അറേബ്യയിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന് സഹിച്ചില്ല. ഈ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താണ് ആളുകളെല്ലാം അറേബ്യയിലേക്ക് പോകുന്നത്, മക്കയിലേക്ക് പോകുന്നത്, അതിന് പകരമായിട്ട് ആളുകളെല്ലാം മക്കയിലേക്ക് പോകുന്നത് പോലെ യമനിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ വലിയൊരു ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു കനീസ, പടുകൂറ്റൻ കനീസ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് അദ്ദേഹം യമനിൽ സ്ഥാപിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നെല്ലാം വളരെ വിലപിടിപ്പുള്ള വർണ്ണത്തിലുള്ള ഗ്ലാസുകളും മറ്റെല്ലാം ഇറക്കുമതി ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ കെട്ടിടം അല്ലെങ്കിൽ വലിയൊരു ചർച്ച് അദ്ദേഹം യമനിൽ സ്ഥാപിച്ചു എന്നുള്ള. യമനിലുള്ള സനആയിൽ ഖുല്ലൈസ് എന്നാണ് ആ ചർച്ചിന്റെ പേര്. അത് ഇന്നും അതേ രൂപത്തിൽ അതിന്റെ അവശേഷിപ്പുകൾ അവിടെ കാണാൻ സാധിക്കും. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ക്രിസ്താബ്ദം 570 അല്ലെങ്കിൽ 571കളിലാണ് അത് അവിടെ നിർമ്മിക്കുന്നത്. ഇക്കാലഘട്ടത്തിൽ 2019 അതിന്റെ ശേഷിപ്പുകൾ അവിടെ കാണാം. യമനിൽ പോകുന്ന ടൂറിസ്റ്റുകൾ അവിടെ അത് സന്ദർശിക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അതിന്റെ ചിത്രം കാണാൻ സാധിക്കും. അപ്പൊ ഇതേ രൂപത്തിൽ ഒരു വലിയ ഒരു ചർച്ച് അദ്ദേഹം അവിടെ സ്ഥാപിച്ചു എന്നുള്ള. അത് സ്ഥാപിച്ചതിന് ശേഷം ഇപ്പൊ മറ്റൊരു കാര്യം നമ്മൾ സാന്ദർഭികമായിട്ട് ഓർക്കേണ്ടത്, അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെയാണ്. പക്ഷെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം മതത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പല പൊളിറ്റീഷ്യൻസും ഇന്നും അതേ തന്ത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എല്ലാം ഒരു മതത്തിന്റെ മുഖം മൂടി വെച്ചിട്ട് ഇതേ രൂപത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ. ഏതായിരുന്നാലും അദ്ദേഹം ഇതേ രൂപത്തിൽ ചർച്ച ഉണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം നജാഷിയോടും മറ്റുള്ള ആളുകൾക്കെല്ലാം കത്തയച്ച് ആളുകളോടെല്ലാം ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതേ രൂപത്തിൽ കഅബയെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറക്കണമെന്ന് മാത്രമാണ്. ഈ ഒരു ലക്ഷ്യം അറിഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് അത് സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിലുള്ള പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ഒരു അറബിയായിട്ടുള്ള ഒരു വ്യക്തി, അതായത് ബനു കനാന ഗോത്രത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധ്യമല്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഒരു ദിവസം രാത്രി രഹസ്യമായിട്ട് ആ കുല്ലൈസ് എന്നറിയപ്പെടുന്ന ആ ചർച്ചിനകത്ത് കയറി അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി. പിറ്റേ ദിവസം രാവിലെ ആളുകൾ ഇത് കണ്ടു. അവസാനം അബ്രഹാം ന്യൂസ് അറിഞ്ഞു. അത് അറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ആ കോപം അടക്കാനില്ല. അദ്ദേഹം അവിടെ വെച്ചൊരു ശപഥം ചെയ്തു, ഞാൻ ഇതിന് പകരമായിട്ട് മക്കയിലുള്ള ആ കഅബ ഞാൻ പൊളിച്ചിരിക്കും, കഅബ പൊളിക്കുമെന്നുള്ളൊരു ശപഥം അദ്ദേഹം ചെയ്ത് അതിനുവേണ്ടി 60,000-ഓളം വരുന്ന, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായയിൽ ഉദ്ധരിക്കപ്പെടുന്ന 60,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യവുമായിട്ട് അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. ആ സൈന്യത്തിൽ നിരവധി ആനകളുണ്ട്. അതുകൊണ്ടാണ് ആനക്കലഹം എന്ന പേര് വരാനുള്ള കാരണം. യമനിലെ ആനകൾ, അറബ് ദേശത്ത് അക്കാലഘട്ടത്തിൽ ആനകളില്ല. പക്ഷേ ആനകൾ അവരെ ഇറക്കുമതി ചെയ്തത് ഞാൻ പറഞ്ഞ അബിസീനിയയിൽ നിന്നാണ്. അബിസീനിയ എന്നുള്ളത് എത്യോപ്യ എന്നുള്ളത് ആഫ്രിക്കൻ കൺട്രിയാണ്. അവിടെ നിരവധി ആനകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നിരവധി ആനകൾ, അത് ചില റിപ്പോർട്ട് 9 ആനകൾ, 12 ആനകൾ, ചില ഒരു ആന, അതേ രൂപത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. നിരവധി ആനകൾ അവർ കൊണ്ടുവന്നു, പ്രത്യേക ട്രെയിൻ ചെയ്ത. അതില് ആ ആനകളുടെ നേതാവായിട്ടുള്ള ആനയുടെ പേര് പോലും മഹ്മൂദ് എന്നായിരുന്നു ആനയുടെ പേര്. ആനക്ക് പേര് വരെ ചരിത്ര ഗ്രന്ഥത്തിൽ അത് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്ത, യുദ്ധത്തിന് വേണ്ടിയെല്ലാം പ്രത്യേകമായിട്ട് ഒരുക്കിയ ഒരു രൂപത്തിലുള്ള, ഇതേ രൂപത്തിലുള്ള ആനകൾ അവർ ഇറക്കുമതി. ആനയുടെ പാപ്പാന്റെ പേര് ഉനൈസ് എന്നായിരുന്നു. അതെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആനയുടെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പാപ്പാൻ, അദ്ദേഹത്തിന്റെ പേര് ഉനൈസ് എന്നായിരുന്നു. ഈ ആന സംഘവുമായിട്ട്, ആനകളും മനുഷ്യരും അടങ്ങുന്ന ആ വലിയ സംഘവുമായിട്ട് അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആനകളുമായിട്ട് യുദ്ധം ചെയ്തൊന്നും ശീലമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെല്ലാം ഖാദിസിയ യുദ്ധത്തിന്റെ ചരിത്രമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിലെല്ലാം നമുക്കറിയാം ആനകളുമായിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ. ഏതായിരുന്നാലും ഈ ഒരു സംഘം മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവർ പോകുന്ന, യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം അവർ ആ സംഘത്തെ തടയാൻ വേണ്ടി പല ഗോത്രങ്ങളും ശ്രമിച്ചു നോക്കി. പക്ഷേ മൊത്തം ആളുകളെ കൊന്നടക്കിക്കൊണ്ട് അദ്ദേഹം നിരവധി ആളുകൾക്ക് അവരുമായിട്ടുള്ള യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അവസാനം ആ സംഘം മക്കയോട് അടുക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു ഒരാളുടെ അവിവേക പ്രവൃത്തി മൂലമാണ് ഇത്രയേറെ ആളുകൾക്ക് ജീവൻ നൽകേണ്ടി വരുന്നത്. ഈ രൂപത്തിലുള്ള നിരവധി വലിയൊരു കലാപത്തിന് അവിടെ കാരണമാക്കി തീർത്തതെല്ലാം ഒരാളുടെ അവിവേകാണ്. പല സന്ദർഭത്തിൽ അങ്ങനെയാണ്. ഒരാൾ ഇതേ രൂപത്തിൽ എന്തെങ്കിലും ഒരു ചെയ്യും, അതിന്റെ ആ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് അയാൾ ഓർക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ ആ സമൂഹം ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരികയാണ്. അബ്രഹാക്ക് ഒരിക്കലും കഅബ പൊളിക്കാനുള്ള ഒരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഓൾറെഡി കഅബയോടൊരു വിദ്വേഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പ്രവൃത്തി കാരണമാണ് അദ്ദേഹം ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. ഏതായിരുന്നാലും അദ്ദേഹം ആ വലിയ സംഘവുമായിട്ട് അദ്ദേഹം ത്വാഇഫിലെത്തിയ സന്ദർഭത്തിൽ ത്വാഇഫിലെ പ്രധാനപ്പെട്ട ഗോത്രം സഖീഫ് ഗോത്രാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ആ സഖീഫ് ഗോത്രത്തിന്റെ തലവനായിരുന്ന മസ്ഊദ് അസ്സഖഫി അദ്ദേഹം അവരെ കൈനീട്ടി സ്വീകരിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കുക, മക്കയുമായിട്ട് അക്കാലഘട്ടത്തിൽ കടപിടിക്കുന്ന ഖുറൈശി ഗോത്രവുമായിട്ട് കടപിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ത്വാഇഫിലുണ്ടായിരുന്ന സഖീഫ് ഗോത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. നമുക്കറിയാം ഫതഹ് മക്കയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ ഈ സഖീഫ് ഗോത്രവുമായിട്ട് യുദ്ധത്തിനെല്ലാം പോകുന്നുണ്ട്. ഏറ്റവും വളരെ ശക്തരായിട്ടൊരു ഗോത്രമായിരുന്നു സഖീഫ് ഗോത്രം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഗ്രഹം, ലാത്ത് എന്ന വിഗ്രഹമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ആ വിഗ്രഹം സൂക്ഷിച്ച ഒരു ആരാധനാലയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കഅബയായിട്ട് അതിന് ഗണിച്ചുകൊണ്ട് അങ്ങോട്ടാണ് അവർ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മക്കയുമായിട്ട് അല്ലെങ്കിൽ മക്കയിലുള്ള ഖുറൈശികളുമായിട്ട് വലിയൊരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സഖീഫ് ഗോത്രത്തിന്റെ തലവനായിരുന്ന ആ മസ്ഊദ് സഖഫി അദ്ദേഹം അബ്രഹത്തിന്റെ ആ സൈന്യത്തിന് എല്ലാ സഹായവും ഓഫർ ചെയ്യണം. അദ്ദേഹം ആ രാജാവിനോട് പറഞ്ഞു, അയ്യുഹൽ മലിക് ഇന്നമാ നഹ്നു അബീദുക് സാമിഊന ലക മുതിഊൻ, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ സേവകരാണ്, എന്ത് നിങ്ങൾ ചോദിച്ചാലും ഞങ്ങൾ തരാൻ സന്നദ്ധരാണെന്ന് ആ രാജാവിന് അബ്രഹയോട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള. അവസാനം
ഈ സഖീഫ് ഗോത്രക്കാര് അല്ലെങ്കിൽ ഈ മസ്ഊദ് സഖഫി എന്നറിയപ്പെടുന്ന ആ സഖീഫ് ഗോത്രത്തിന്റെ തലവൻ അബ്രഹക്ക് ഒരു വഴികാട്ടിയായിട്ടൊരു വ്യക്തിയെ വരെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. അതായത് ഒരു ഹ്യൂമൻ GPS, നിങ്ങൾ മക്കയിലേക്കുള്ള വഴികാട്ടിയായിട്ട് ഒരാളെ അവരുടെ കൂടെ അദ്ദേഹം അയച്ചു എന്നുള്ള ആ പറഞ്ഞയച്ച വ്യക്തി ചരിത്രപ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അബൂ റിഗാൽ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം അങ്ങനെ അവസാനം അബ്രഹയുടെ സൈന്യം മക്കയുടെ ഏകദേശം സമീപ പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ മുഹമ്മസ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ വിചിത്രം, കാരണം ഈ സഖീഫ് ഗോത്രക്കാര് അവരുടെ കൂടെ പറഞ്ഞയച്ച ആ വ്യക്തി, ആ വഴികാട്ടി അബൂ റിഗാൽ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. പെട്ടെന്ന് മരണപ്പെട്ടു. കാരണം ആർക്കും അറിയില്ല, അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. പക്ഷെ ഈ കഥയുടെ അവസാനം, അതായത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ആനക്കലഹ സംഭവം നമുക്കറിയാം. ആ കഥയെല്ലാം, ആ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖുറൈശികൾ അവസാനം ഈ ഒരു ചതിയെ സംബന്ധിച്ച് അവരറിഞ്ഞു. ആ ചതി അറിഞ്ഞു, അവരെ ഒറ്റയായി അബൂ റിഗാലിനെ സംബന്ധിച്ചെല്ലാം അവർ പിന്നീട് അറിഞ്ഞ സന്ദർഭത്തിൽ ആ അബൂ റിഗാലിനെ ഖബറടക്കിയ ആ സ്ഥലം അവര് ആ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക്, അതായത് വഞ്ചകൻ, ഒറ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഖബറടക്കിയ സ്ഥലം, അവരുടെ വേസ്റ്റ് എല്ലാം കൂമ്പാരമാക്കി കൂട്ടുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ അങ്ങോട്ട് അവർ കല്ലെറിയും, തുപ്പും. അതായത് സ്വന്തം ജനതയെ ഒറ്റിയ വ്യക്തിയാണ് അബൂ റിഗാൽ. ആ രൂപത്തിലാണ് അവർ ആ പ്രദേശത്ത് അവർ പരിചരിച്ചതെന്നെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. പിൻകാലഘട്ടത്ത് അബൂ റിഗാൽ എന്നുള്ളത് ഒരു ബ്രാൻഡ് നെയിമായിട്ട്, ചതിയുടെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് അത് അവിടെ മാറി എന്നുള്ളത്. കാരണം അവ്വല ഖാഇനുൽ അറബ്, ആദ്യമായിട്ട് അറബികളെ ഒറ്റിക്കൊടുത്ത ഈ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ചതിച്ചാല് നീ അബൂ റിഗാലിനെ പോലെയാണ്. ഇപ്പൊ നമ്മളറിയാം, നമ്മൾ നുണ പറയുന്ന ആളുകളെ നീ ഗീബൽസിനെ പോലെയാണെന്നെല്ലാം പറയാറുണ്ട്. അതേ രൂപത്തിൽ അറബ് ദേശത്ത് ചതിയന്മാർക്ക് മൊത്തമായിട്ട് അബൂ റിഗാൽ എന്നുള്ളൊരു ടൈറ്റിൽ അറിയപ്പെടുന്ന ആ രൂപത്തിലൊരു ബ്രാൻഡ് നെയിം ആയിട്ട് മാറി എന്നുള്ള. മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ട് വിചിത്രമായിട്ടൊരു കാര്യം, ചരിത്രത്തിലുള്ള ഒരു കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മുൻകാലത്ത് അറബ് ഗോത്രത്തെ, അതായത് ആദിമ അറബ് നിവാസികളായിരുന്ന സമൂദ് ഗോത്രക്കാർ, നമ്മൾ 4-ാമത്തെ ഭാഗത്ത് പറഞ്ഞു അറബൽ ആരിബ, ആ സമൂദ് ഗോത്രക്കാരിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ട ആ സമൂദ് ഗോത്രക്കാരിലും ഇതേ പേരിൽ ഒരാൾ അബൂ റിഗാൽ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നത്രേ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒട്ടകത്തിനെ അറുക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൽ വരുന്ന ചില യുവാക്കളുടെ, ആ യുവാക്കളുടെ പ്രമുഖനായ വ്യക്തിയുടെ പേരും അബൂ റിഗാൽ എന്നായിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ അബ്രഹ അദ്ദേഹം മക്കൾക്ക് പുറത്തെത്തിയ സന്ദർഭത്തിൽ ആ പോകുന്ന യാത്രയിൽ അദ്ദേഹം അവിടെയുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചു. പോകുന്ന വഴിയിൽ കണ്ട 100-200 ഒട്ടകങ്ങളെയെല്ലാം അദ്ദേഹം കൊള്ളയടിച്ചുകൊണ്ടാണ് അദ്ദേഹം മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കയുടെ പുറത്തെത്തിയ സന്ദർഭത്തിൽ ഖുറൈശി നേതാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അബ്രഹ ഒരു ദൂതൻ അവരിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ ഹുനാദ് അൽ ഹുമൈരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുക. അദ്ദേഹം ഖുറൈശികളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ മുത്തലിബിനെ സമീപിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവിനെ നേരിട്ട് കാണണം, നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ ആ ദൂതൻ വന്നിട്ട് അബ്രഹയോട് പറഞ്ഞു, നിങ്ങളെ നേരിട്ട് കാണാനാണ് ആ ഖുറൈശി പ്രമാണി ആവശ്യപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ ഈ രാജാവ് അബ്രഹ ബിൻ സ്വബാഹ് അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ സമീപത്തേക്ക് പോകുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം നമുക്ക് അവിടെ വെച്ച് ലഭിക്കും. അബ്ദുൽ മുത്തലിബിനെ കണ്ട സന്ദർഭത്തിൽ ആ രാജാവ് അബ്രഹ അമ്പരന്നു. കാരണം അതിസുന്ദരൻ, അതിമനോഹരായിട്ടുള്ള, അല്ലെങ്കിൽ ആരെയും ആകർഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അബ്ദുൽ മുത്തലിബിന്റേത്. അതിസുന്ദരനായിരുന്നു, ആരും നോക്കിപ്പോകുന്ന രൂപത്തിലുള്ള ഒരു മനോഹരായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം അമ്പരന്ന അബ്ദുൽ മുത്തലിബിനെ ഇങ്ങനെ നോക്കി അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ സമീപത്ത് പോയിട്ടിരുന്നു. അത്രയേറെ അദ്ദേഹത്തിന്റെ ആ രൂപഭാവങ്ങളെല്ലാം അബ്രഹയെ ആകർഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവർ തമ്മിൽ ചർച്ചയായ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് ആദ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഒരു 200 ഒട്ടകത്തെ നിങ്ങൾ വരുന്ന വഴിയിൽ നിങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്, അതെനിക്ക് നിങ്ങൾ വിട്ടുതരണം. അതാണ് അബ്ദുൽ മുത്തലിബ് അവരുടെ മുന്നിൽ ആവശ്യമായിട്ട് വെച്ചത്. അത് കേട്ട സന്ദർഭത്തിൽ അബ്രഹയുടെ മുഴുവൻ മതിപ്പും പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ അവർ വന്നിരിക്കുന്നത് ആ കഅബ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഅബ പൊളിക്കുന്നതിനേക്കാളെല്ലാം അതിനെ സംബന്ധിച്ചൊന്നും അബ്ദുൽ മുത്തലിബ് അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മുണ്ടുന്നില്ല. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള അദ്ദേഹത്തിന്റെ പരാതി എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ 200 ഒട്ടകത്തെ മോഷ്ടിച്ചിട്ടുണ്ട്, അതെനിക്ക് നിങ്ങൾ നൽകണം. ആ സന്ദർഭത്തിൽ അബ്രഹാം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾ എന്ത് മനുഷ്യനാണ്. അത് ചിന്തിക്കുക മാത്രമല്ല, അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കുൻതു അജബ്തനി ഹീന റഅയ്തുക്, ഞാൻ നിന്നെ കണ്ട സന്ദർഭത്തിൽ, താങ്കളെ കണ്ട സന്ദർഭത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു, വല്ലാത്ത മതിപ്പുണ്ടായി. പക്ഷേ നിങ്ങളെ സംസാരിച്ചതോടുകൂടെ നിങ്ങളോടുള്ള എല്ലാ മതിപ്പും എനിക്ക് പോയി എന്നുള്ളതാണ്.
കാരണം നിങ്ങളുടെ ആരാധനാ ഭവനം നിങ്ങൾ പൂർവ്വപിതാക്കളായിട്ട് സംരക്ഷിച്ചു പോകുന്ന ആ ആരാധനാലയത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത്. അതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആ 200 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? വളരെ വിചിത്രാണ്. അദ്ദേഹം പറയാണ്, അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാന്ദർഭികമായിട്ട് നമ്മൾ ചിന്തിക്കുക, അതായത് സ്വന്തം വിശ്വാസം അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്, അത് നമ്മുടെ ശത്രുക്കൾ പോലും അതിനെ പ്രശംസിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ നിലകൊള്ളുന്ന ആ ഒരു ആദർശത്തിൽ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് ഏറ്റവും ഏതൊരാളും ശത്രുക്കൾ പോലും പ്രശംസിക്കുന്ന ഒരു കാര്യമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം അബ്രഹ ഇതേ രൂപത്തിൽ സംസാരിച്ച സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് അബ്രഹയോട് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, ഇനി അന റബ്ബുൽ ഇബിൽ, ഞാൻ എന്റെ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഹു, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. പക്ഷേ ഈ ഒരു ബൈത്തിന്, അതായത് ഈ ഒരു ഭവനത്തിന്, കഅബാലയത്തിന് അതിന് വേറൊരു റബ്ബുണ്ട്, സയംനഹു, അവൻ അതിനെ സംരക്ഷിച്ചോളും, അത് എന്റെ വിഷയമല്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അതാണ് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി. എന്റെ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, എനിക്കത് നോക്കേണ്ടതുള്ളൂ. ഈ ഭവനത്തിന്, ഈ കാണപ്പെടുന്ന ഈ കഅബാലയത്തിന് അതിന് വേറൊരു റബ്ബുണ്ട്, അവര് തന്നെ അതിനെ സംരക്ഷിച്ചോളൂ എന്നുള്ള. അവസാനം അബ്രഹ അദ്ദേഹത്തിന് ആ 200 ഒട്ടകത്തെ തിരിച്ചു നൽകി എന്നുള്ള. അദ്ദേഹം തിരിച്ചു നൽകി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സിറ്റി, അതായത് മക്കയിൽ നിന്ന് ആളുകളെല്ലാം മാറ്റുക, ഞങ്ങൾ ഇത് തകർക്കാൻ പോവാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് അനുമതി നൽകി. കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. 60,000-ഓളം വരുന്ന വലിയ സൈന്യമാണ്. അബ്ദുൽ മുത്തലിബ് ഉടനെ പോയിട്ട് മക്കയിലുള്ള ആളുകളോട് മുഴുവൻ, അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളോട് ഉടൻ തന്നെ സ്ഥലം കാലിയാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ മക്കയിലുള്ള മുഴുവൻ ആളുകളും ആ ഹിറാ കുന്നിന്റെ മുകളിലേക്ക് അവർ അഭയം തേടാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും ആ കുന്നിന് മുകളിലേക്ക് പോയി മക്ക എന്നുള്ള ആ ഒരു പ്രദേശം മുഴുവനും കാലിയാക്കി കൊടുത്തു ഇവർക്ക്, ഈ കഅബ തകർക്കാൻ വന്ന ആളുകൾക്ക് വേണ്ടി. ആ കുന്നിന് മുകളിൽ വെച്ച് അബ്ദുൽ മുത്തലിബ് അദ്ദേഹം നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം, ഓ അല്ലാ, നീ ഈ ഭവനത്തെ സംരക്ഷിക്കണം, ഞങ്ങള് നിസ്സഹായരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അവരുടെ കുരിശുകൾ സ്ഥാപിക്കുന്ന കേന്ദ്രമാക്കി നീ ഇതിനെ മാറ്റല്ലേ എന്നെല്ലാം അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു പ്രാർത്ഥിക്കുന്നതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ രാജാവ് ആ സൈന്യവുമായിട്ട് കഅബ പൊളിക്കാൻ വേണ്ടി ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ കഅബയുടെ സമീപത്തെത്തിയ സന്ദർഭത്തിൽ ആന, അതായത് നേരത്തെ പറഞ്ഞ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ്, ആ മഹ്മൂദ് പിന്നീട് മുന്നോട്ട് നീങ്ങുന്നില്ല. പെട്ടെന്ന് അവിടെ ആ ആന ഇരിക്കുകയാണ്, ബറക്കൽ ഫീൽ, ആന അവിടെ നിലത്തിരുന്നു എന്നുള്ള. ഉടനെ തന്നെ രാജാവ് അബ്രഹ അദ്ദേഹം ആ പാപ്പാനെ ഉനൈസിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആ ഉനൈസ് അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ടും ആന ഒരല്പം പോലും അനങ്ങുന്നില്ല. ആന അവിടെ ഇരുന്ന ഇരിപ്പിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ കഅബയുടെ നേരെയല്ലാതെ മറ്റേത് ദിശയിലേക്കും ആന നടക്കുന്നുണ്ട്. അവിടെ സാന്ദർഭികമായിട്ട് പോസ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാലങ്ങൾക്ക് ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് വരുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒട്ടകം ഖസ്വ, ആ പ്രവാചകന്റെ ഒട്ടകം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്ന സന്ദർഭത്തിൽ സ്വഹാബികളെല്ലാം പറഞ്ഞു, ഖസ്വക്ക് എന്ത് പറ്റി? ഖസ്വ ക്ഷീണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ. ഖസ്വ ക്ഷീണിച്ചെന്നെല്ലാം സ്വഹാബികൾ പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹബസഹ ഹാബിസുൽ ഫീൽ, എന്റെ ഖസ്വ തളർന്നതൊന്നല്ല, മറിച്ച് ആനപ്പടയെ മുമ്പ് തടഞ്ഞു നിർത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നാഥൻ അതിനെ തടഞ്ഞു നിർത്തിയതാണ്. അതായത് മുമ്പ് ആനക്കലഹ സംഭവത്തിൽ ആനയെ തടഞ്ഞു നിർത്തിയ അതേ ആൾ, അതായത് ആ നാഥൻ എന്റെ ഒട്ടകത്തെ തടഞ്ഞു നിർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതേ രൂപത്തിലൊരു മറുപടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. അപ്പൊ ഇതേ രൂപത്തിൽ അവര് എത്രയായിട്ട് ആനയെ അടിച്ചു, ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു വരെ നോക്കിയിട്ടും എത്രയായിട്ടും ആന ഒരൽപ്പം പോലും മുന്നോട്ട് നീങ്ങാൻ സന്നദ്ധാകുന്നില്ല. അപ്പൊ ആനകൾ നീങ്ങുന്നില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ അവസാനം അബ്രഹ അദ്ദേഹത്തിന്റെ സൈന്യത്തോട് തന്നെ നേരിട്ട് പ്രവേശിച്ച് ആ കഅബ പൊളിക്കാനുള്ള ഉത്തരവ് നൽകുകയാണ്. ആ സൈന്യം കഅബയെ പൊളിക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അവര് കഅബയിലേക്ക് നടക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് സംഭവിച്ചത് സൂറത്തുൽ ഫീലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താണെന്ന് നീ കണ്ടില്ല. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, നമുക്കറിയാം സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയെ ആ സന്ദർഭത്തിൽ അയച്ചു എന്നുള്ളതാണ്. പെട്ടെന്ന് ആകാശത്ത് ഒരു പക്ഷിക്കൂട്ടം വന്ന ആ ഓരോ പക്ഷികളിലും
3 കല്ലുകളുണ്ട്. ആ പക്ഷികളെ വർണ്ണിക്കുന്ന നിരവധി ഉദ്ധരണികൾ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് ആകാശത്ത് ഒരു പക്ഷിക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടു. ആ ഓരോ പക്ഷികളുടെ കയ്യിലും 3 കല്ലുകളുണ്ടായി. ഇമാം ത്വബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, മഅ കുല്ലി ത്വാഇരിൻ സലാസത അഹ്ജാർ, ഓരോ പക്ഷിയുടെ കയ്യിലും 3 കല്ലുകൾ ഉണ്ടായിരുന്നു. ഹിജ്റാനി ഫി റിജ്ലൈഹി, 2 കല്ലുകൾ അവയുടെ കാലിലും, വ ഹിജ്റൻ ഫി മിൻഖാരിഹി, ഒന്ന് അവരുടെ ചുണ്ടിലും. അതേ രൂപത്തിൽ 3 കല്ലുകളുമായിട്ട് പെട്ടെന്ന് ആകാശത്ത് ഒരു പക്ഷിക്കൂട്ടം പ്രത്യക്ഷപ്പെടാൻ, ആ പക്ഷികൾ ആ കല്ലുകളെല്ലാം താഴേക്കിടുകയാണ്. താഴേക്ക് ഒരു ചരൽ വർഷം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മിസൈലുകളാണ്. ആ ചരൽ വർഷമേറ്റ സന്ദർഭത്തിൽ ആ സൈന്യത്തിന്റെ അവയവങ്ങളെല്ലാം നുറുങ്ങി വീഴാൻ തുടങ്ങി. അതായത് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബാണ്. അപ്പൊ അവരുടെ മേലെ കല്ലുകൾ പതിക്കാൻ തുടങ്ങി. അവരുടെ അവയവങ്ങളെല്ലാം ഉരുകി ഒലിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് ആ കല്ലുകളെ, അള്ളാഹു അലം, പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന്റെ അദാബ്. ആ കല്ലുകള് ഈ അബ്രഹയുടെ, അതായത് അവരുടെ നേതാവായിട്ടുള്ള അബ്രഹയുടെ മേലെയും ഒരു കല്ല് പതിച്ചു. അയാളെ ഉടനെ തന്നെ സൈന്യം എടുത്തുകൊണ്ടുപോയി അയാൾക്ക് വേണ്ട ശുശ്രൂഷ നൽകാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരാവയവങ്ങളെല്ലാം അത് ബാധിച്ചിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെയും എടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിലേക്ക് പോകുന്ന വഴി, ആ വഴിമധ്യേ സനഅയിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് വളരെ ദാരുണമായിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ ആ സൈന്യത്തെ മുഴുവനും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് മാത്രം അത് തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള. ഖുറൈശികൾ അവർ മരണത്തിന് ശേഷം ആ ഖുറൈശികൾ മലമുകളിൽ നിന്നും മക്കയിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നു എന്നുള്ള. ഈ ഒരു സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ള ഉദ്ധരണി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഉദ്ധരണി, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലഖദ് റഅയ്തു ഖായിദൽ ഫീലി വസാഇസഹു ബിമക്ക, ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം അന്ന് അവിടെ, അതായത് ആനക്കലഹ സംഭവത്തെ ആ സന്ദർഭത്തിൽ മക്കയിലേക്ക് വന്ന ആ ആനപ്പാപ്പാനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായിയെല്ലാം ഞങ്ങൾ പിൻകാലത്ത് മക്കയിൽ കണ്ടിരുന്നു. അമയൈൻ മുഖഅദൈൻ യസ്തതഇമാനിന്നാസ്, അതായത് ആ 2 ആളുകൾ അവര് ഒരുപാട് കാലം പിന്നിട്ട സന്ദർഭത്തിൽ അവർ അന്ധരായിരുന്നു. അതേപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ആളുകളോടെല്ലാം യാചിക്കുന്നവരായിട്ട് മക്കയിൽ ഒരുപാട് കാലം ഈ ആനപ്പാപ്പാൻ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ള. ചിന്തിച്ചോ, ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നതെല്ലാം ഈ ആനക്കലഹ സംഭവത്തിന് ശേഷം എത്രയോ 10-40 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ അവരുടെ ചെറുപ്പകാലത്ത് പോലും ആ സന്ദർഭത്തിൽ വന്ന ആ ഒരു പാപ്പാൻ ആ മക്കയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന, അദ്ദേഹം അന്ധനായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയെല്ലാം യാചിക്കുന്നവനായിട്ട് അദ്ദേഹം അവിടെ അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബാണ് ദൃഷ്ടാന്തമായിട്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവശേഷിപ്പിച്ചു എന്നുള്ള. ഈ ഒരു സംഭവം, ആനക്കലഹ സംഭവം എന്നുള്ളത് അനിഷേധ്യമായിട്ടൊരു സംഭവമാണ് അറബ് ചരിത്രത്തിൽ. അത് മുത്തവാത്തിറാണ്. കാരണം മുത്തവാത്തിർ വെച്ചാൽ നമുക്കറിയാം, ഹദീസുകൾ മുത്തവാത്തിർ എന്ന് വെച്ചാൽ ഒരുപാട് നിവേദകരിൽ നിന്നും ഒരേ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടൊരു സംഭവം. ആനക്കലഹ അതിന് സാക്ഷിയായത് എത്ര ആളുകളാണ്? 60,000-ഓളം വരുന്ന സൈന്യം, മക്കയിലുള്ള മുഴുവൻ നിവാസികൾ അതിന് സാക്ഷികളാണെന്നുള്ളത്. അപ്പൊ പിൻകാലത്ത് ചില ഓറിയന്റലിസ്റ്റുകളെല്ലാം അതിനെ നിഷേധിച്ചുകൊണ്ട് ചില ലേഖനങ്ങളെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ വളരെ വിചിത്രമായിട്ടൊരു കാര്യം, ചില പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ, അതായത് അക്കാലഘട്ടത്ത് അവർ യാത്ര ചെയ്ത ആ റൂട്ടിൽ ഒരു ആനയെയും അതേപോലെ തന്നെ സൈന്യത്തെയും എല്ലാം വരച്ച രൂപത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് പിന്നീട് ഉത്ഖനന ഗവേഷകർ കണ്ടെത്തിയതായിട്ടുള്ള പഠനങ്ങളെല്ലാം പിൻകാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ അറേബ്യൻ ചരിത്രത്തിൽ ഈ ഒരു ആനക്കലഹ സംഭവം എന്നുള്ളത് മക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറുകയാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് പിന്നീട് അവരുടെ കലണ്ടർ പോലും, അതായത് പിന്നീട് അന്നത്തെ ഈ നമുക്ക് ഇന്നുള്ളത് പോലെ ഒരു കലണ്ടറൊന്നും അവർക്കില്ല. അപ്പൊ അവരുടെ കലണ്ടറിന് പോലും അവർ തെരഞ്ഞെടുത്തത്, എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളായിരുന്നു അവർ ഇതേ രൂപത്തിൽ കലണ്ടറായിട്ട് സ്വീകരിച്ചത്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആനക്കലഹ സംഭവത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം, അങ്ങനെയാണ് അവർ ഡേറ്റ് പറയാ. ആനക്കലഹം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ആനക്കലഹം കഴിഞ്ഞ് 20 വർഷത്തിന്, അതേ രൂപത്തിൽ അവര് ഡേറ്റിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഈ ആനക്കലഹ സംഭവം മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടൊരു സംഭവം അറേബ്യൻ ചരിത്രത്തിൽ അരങ്ങേറുകയാണ്. അത്ഭുതം എന്താന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, അതേ വർഷം, അതായത് ഈ ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50-55 ദിവസങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനിച്ചു വീഴുന്നത്. അതിനെ ശരിവെക്കുന്ന ഒരു ഉദ്ധരണി സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന സ്വയായിട്ടുള്ള ഒരു ഹദീസിൽ ഖൈസ് ഇബ്നു മഖ്സമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഉലിത്തു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ, ഞാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ആമുൽ ഫീൽ, ആ ആനക്കലഹ വർഷമാണ് ഞങ്ങൾ ജനിച്ചത്. എന്നാൽ അദ്ദേഹം ആ ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൻകാലത്ത് ഒരിക്കൽ എന്നോട് ചോദിച്ചു, അൻത അക്ബറു അം റസൂലുള്ളാഹ്, നീയാണോ അല്ലെങ്കിൽ താങ്കളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്? അക്ബർ എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത്
നിങ്ങളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ മൂത്തത്, അക്ബർ എന്നുള്ള ആ ഒരു പദം. ഉടനെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബർ മിന്നി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേക്കാൾ എത്രയോ വലിയവനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ അദ്ദേഹം എങ്കിലും ആ രൂപത്തിലാണ് മറുപടി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വഅന അഖ്ദമു മിൻഹു ഫിൽ മീലാദ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് ഞാനാണ് മൂത്തവൻ, വലിപ്പം കൊണ്ട് ഒരിക്കലും ഞാനല്ല, പക്ഷെ ജനനം കൊണ്ട് പ്രവാചകനേക്കാൾ മൂത്തവൻ ഞാനാണ്. വലീദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീൽ, ആനക്കലഹ വർഷാണ്. എന്നിട്ട് അദ്ദേഹം ആ ഹദീസിൽ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ആ ആനയുടെ, അതായത് അവിടെ ആനപ്പിണ്ടി, അതായത് ആനയുടെ ശേഷിപ്പുകൾ, ആനപ്പിണ്ടി അതേ രൂപത്തിൽ ആ പച്ച നിറത്തിൽ കണ്ടതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സംഭവം നടന്ന് അതെല്ലാം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം കണ്ട കാഴ്ച വരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50-55 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനിച്ചു വീഴുന്നത്. ഏതായിരുന്നാലും ഈ ഒരു സംഭവത്തോടു കൂടെ ഖുറൈശികളുടെ പദവി വല്ലാതെ ഉയരുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ ആ ഒരു പ്രത്യേക ഇടപെടലിലൂടെ അവരെ സംരക്ഷിക്കപ്പെട്ടു. അപ്പൊ അള്ളാഹിന്റെ സഹായം ലഭിച്ച അത്യധികം ആദരിക്കപ്പെട്ട വിഭാഗമാണെന്നെല്ലാം അവർക്ക് പ്രത്യേക ആദ്യമുള്ളതിനേക്കാൾ പദവിയെല്ലാം ആളുകൾ നൽകാൻ തുടങ്ങി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഖുറൈശികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ച സഹായം, അതിന്റെ പിറകിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അത് അവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി അവരുടെ അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിജനമായിട്ടുള്ള മരുഭൂമിയിൽ വെച്ച് ചില പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. അതിലൊരു പ്രാർത്ഥന സൂറത്തുൽ ബഖറയുടെ 126-ാമത്തെ വചനത്തിൽ, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ, ഈ ഒരു നാട് നിർഭയത്വമുള്ള നാടാക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ്. അതായത് ഇതേ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച ഭവനത്തെ, അതിനെ തകർക്കാൻ വന്ന ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച ആ നാടിന് നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു പ്രാർത്ഥന, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അവർക്ക് ഫലവർഗ്ഗങ്ങൾ നൽകണേ. അതായത് ഹാഷിമിന്റെ കാലത്തുണ്ടായ നമുക്കറിയാം സൂറത്തുൽ ഖുറൈശിൽ റിഹലത്ത ശിതാഇ വസ്സൈഫ്, ആ യാത്രയിലൂടെ അവർക്ക് എല്ലാ ഫലവർഗ്ഗങ്ങളും അവരുടെ കയ്യിലെത്തി. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായിരുന്നു. മറ്റൊരു മനോഹരമായിട്ടൊരു സൈഡ് പോയിന്റ്, അത്ഭുതം എന്താ വെച്ചാൽ ഈ 2 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലെ 105ഉം 106ഉം അധ്യായങ്ങൾ അടുത്തടുത്ത 2 സൂറത്തുകളാണ്. ഒന്ന് സൂറത്ത് ഖുറൈശ്, ഒന്ന് സൂറത്ത് ഫീല്. ഈ 2 സൂറത്തുകളും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അത് പ്രവാചകന് മുമ്പുള്ള അറബ് ചരിത്രത്തെയാണ്, അതിന്റെ ഒരു സമ്മറിയാണ് ഈ 2 സൂറത്തുകൾ, മനോഹരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന 2 സൂറത്തുകൾ. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വലിയ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ് ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നത്. ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇതുവരെ പൂർത്തീകരിക്കാൻ പോകുന്ന മറ്റൊരു പ്രാർത്ഥന കൂടെയുണ്ട്. സൂറത്തുൽ ബഖറയുടെ തന്നെ 129-ാമത്തെ വചനത്തിൽ, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക, നമ്മൾ നേരത്തെ പറഞ്ഞു. 3-ാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അല്ലാഹുവേ അവരിൽ നിന്നും വേദവും വിജ്ഞാനെല്ലാം അവരെ അഭ്യസിക്കുന്ന ഒരു പ്രവാചകനെ നീ നൽകണേ. അതാണ് 3-ാമത്തെ പ്രാർത്ഥന. ചിന്തിച്ചു നോക്കുക, 2 പ്രാർത്ഥനകൾ പൂർത്തീകരിക്കപ്പെട്ടു, 3-ാമത്തെ പ്രാർത്ഥന ഉടനെ തന്നെ പൂർത്തീകരിക്കാൻ പോവാണ്. അതായത് ഈ ആനക്കലഹ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ആമിനയുടെ വയറ്റിൽ, നേരത്തെ ഞാൻ പറഞ്ഞ അവിടെയാണ് നിർത്തിയത്, ആമിനയുടെ വയറ്റിൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആനക്കലഹ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ആമിന ഏകദേശം 7-8 മാസം ഗർഭിണിയാണ്. അപ്പൊ അവര് താമസിക്കുന്നത് ആ കഅബാലയത്തിന്റെ പരിസരത്താണ്. അപ്പൊ അബ്രഹയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് കഅബയെ മാത്രമല്ല, മറിച്ച് ആ കഅബയുടെ സംരക്ഷകനായിട്ട് ഉടൻ തന്നെ ജനിക്കാനിരിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ സംരക്ഷിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ, അതായത് ആ ഒരു അബാബീൽ പക്ഷികളെ വിട്ട് അവിടെ അത് നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പല ജീവഹാനിയെല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് പലതും സംഭവിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെയും അതേപോലെ തന്നെ ആ കഅബയുടെ സംരക്ഷകനായിട്ട് ജനിക്കാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടെ സംരക്ഷിക്കുകയാണ്. അതല്ലാതെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലൊരു അത്ഭുതം അവിടെ സംഭവിച്ചത്. കാരണം അതിന് അവർ യോഗ്യരല്ല. നമുക്കറിയാം, അവരതിന്റെ സംരക്ഷകരാണെങ്കിലും നമുക്കറിയാം അവർ ബഹുദൈവാരാധനയിൽ
ബഹുദൈവാരാധനയിൽ കൂപ്പുകുത്തി കഅബാലയത്തിന് അകത്ത് മുഴുവൻ വിഗ്രഹങ്ങൾ അവർ നിറച്ചിരിക്കുകയാണ്. ബഹുദൈവാരാധനയിലാണ് മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഈ രൂപത്തിലുള്ള ബഹുദൈവാരാധനയിൽ ശിർക്കിലകപ്പെട്ടതുകൊണ്ട് തന്നെ ആ കഅബയുടെ സംരക്ഷണത്തിന് അവർക്ക് അവകാശമില്ല, അതിനവർ യോഗ്യരല്ല, അവർ അതിന് ക്വാളിഫൈഡ് അല്ല. യഥാർത്ഥത്തിലുള്ള ആ കഅബയുടെ സംരക്ഷകൻ ഇതാ ജനിക്കാനിരിക്കുന്നു എന്നുള്ള സുബ്ഹാനല്ലാഹ്. ആ ജനിക്കാനിരിക്കുന്ന വ്യക്തി വിഗ്രഹങ്ങളാൽ അവർ മലിനമാക്കിയ ആ കഅബയെ ആ ജനിക്കാനിരിക്കുന്ന വ്യക്തി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശുദ്ധമാക്കും. അയാളിലൂടെ, അതായത് ജനിക്കാനിരിക്കുന്ന വ്യക്തിയിലൂടെ ആ കഅബാലയം, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഭവനം, അത് മുസ്ലിങ്ങളുടെ കഅബയാക്കി, അതല്ലെങ്കിൽ അവർ മുഴുവൻ തിരിഞ്ഞു നമസ്കരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റും. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ നഷ്ടപ്പെട്ട ആ മില്ലത്ത് അതിലൂടെ പുനഃസ്ഥാപിക്കപ്പെടും. അതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ അതിലൂടെ സംരക്ഷിക്കപ്പെടും. ആ വ്യക്തി അവിടെ ജനിക്കാനിരിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബയെയും അതേപോലെ തന്നെ ആ കഅബയുടെ സംരക്ഷകനായിട്ട് ജനിക്കാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ സന്ദർഭത്തിൽ അത്ഭുതകരമായിട്ട് സംരക്ഷിക്കപ്പെടുകയായിരുന്നു. അതാണ് ആനക്കല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ആ ജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ കഴിയുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, ഇത് ഞാൻ നേരത്തെ മൂന്നാമത്തെ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതെല്ലാം എഴുതിയെടുത്ത് നോട്ട് സഹിതം കൃത്യമായിട്ട് നിങ്ങൾ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാനും ആ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.